നമസ്കാരം. പ്രധാന വാർത്തകൾ. വിശ്വസിച്ച് എങ്ങനെ കഴിക്കും? വന്ദേഭാരത് എക്സ്പ്രസിൽ കൊടുത്ത പരിപ്പ് കറിയിൽ ചത്തപാറ്റ. പ്രതികരിച്ച് റെയിൽവേ. ഭക്ഷണത്തിനൊപ്പം വിളമ്പിയ പരിപ്പ് കറിയിൽ നിന്നാണ് ചത്തപാറ്റയെ കണ്ടെത്തിയതെന്ന് റിക്കി ജസ്വാനി എന്നയാൾ എക്സിൽ എഴുതിയ കുറിപ്പിൽ പറഞ്ഞു. വന്ദേഭാരത് എക്സ്പ്രസിൽ യാത്ര ചെയ്ത ഒരു കുടുംബത്തിന് നൽകിയ ഭക്ഷണത്തിൽ ചത്തപാറ്റ. ഷിദ്ദയിൽ നിന്ന് മുംബൈയിലേക്കുള്ള വന്ദേഭാരത് എക്സ്പ്രസിലാണ് കുടുംബം യാത്ര ചെയ്തിരുന്നത്. കുടുംബം ഇന്ത്യൻ റെയിൽവേ ഉദ്യോഗസ്ഥരോട് പരാതിപ്പെടുകയും ചെയ്തു. ഇതിന്റെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ഭക്ഷണത്തിനൊപ്പം വിളമ്പിയ പരിപ്പ് കറിയിൽ നിന്നാണ് ചത്തപാറ്റയെ കണ്ടെത്തിയതെന്ന് റിക്കി ജസ്വാനി എന്നയാൾ എക്സിൽ എഴുതിയ കുറിപ്പിൽ പറഞ്ഞു. ഇരുട്ടാക്കില്ല. പ്രതിസന്ധി മറികടക്കാൻ ടാം മാർക്കറ്റ് ഹ്രസ്വകാല കരാർ. സംസ്ഥാനത്ത് വൈദ്യുതി ആവശ്യത്തിൽ വന്ന വർധനയും പവർ എക്സ്ചേഞ്ച് മാർക്കറ്റിലെ വൈദ്യുതി ലഭ്യതക്കുറവും ഉണ്ടാക്കാനിടയുള്ള പ്രതിസന്ധി പരിഹരിച്ച് കെഎസ്ഇബി ഹ്രസ്വകാലത്തേക്ക് ടേം ഹെഡ് മാർക്കറ്റ് 500 മെഗാവാട്ടിന്റെ ഹ്രസ്വകാല കരാറിലെത്തി. പവർ എക്സ്ചേഞ്ച് വഴിയാണ് വൈദ്യുതി വാങ്ങുന്നത്. തിങ്കൾ മുതൽ വൈദ്യുതി ലഭിച്ചു തുടങ്ങി. നിലവിൽ 10 രൂപ നിരക്കിൽ അടുത്ത 10 ദിവസത്തേക്കാണ് വാങ്ങുന്നത്. വൈദ്യുതി ലഭ്യതയിൽ കുറവ് വരുന്ന ദിവസമോ തലേ ദിവസമോ കമ്പോളങ്ങളിൽ നിന്ന് വൈദ്യുതി വാങ്ങുന്ന രീതി പലപ്പോഴും വൈദ്യുതി കിട്ടാത്ത സാഹചര്യം ഉണ്ടാക്കിയിരുന്നു. ഇത് മറികടക്കാനാണ് ടേം ഹെഡ് മാർക്കറ്റിലൂടെ ഒന്നിച്ചു വാങ്ങാനുള്ള തീരുമാനം. ഉയർന്ന നിരക്ക് ഉപഭോക്താക്കൾക്ക് ഭാരമാകാതിരിക്കാൻ പീക്ക് ടൈമിലേക്ക് മാത്രമായിരിക്കും വൈദ്യുതി വാങ്ങുക. പീക്ക് സമയത്ത് 4300 മെഗാവാട്ട് വൈദ്യുതി ആവശ്യമായി വരുന്നു. 3300 മെഗാവാട്ട് മാത്രമാണ് ലഭ്യമാകുന്നത്. ഈ കുറവ് പരിഹരിക്കാനാണ് പുതിയ കരാർ. ഏറ്റവും പുതിയ റഡാർ ചിത്രം. 3 ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. സംസ്ഥാനത്ത് ഏറ്റവും പുതിയ റഡാർ ചിത്രപ്രകാരം 3 ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. താഴ്ന്ന പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും വെള്ളക്കെട്ടിനും വെള്ളപ്പൊക്കത്തിനും ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. വീണ്ടും രാഷ്ട്രീയ കൊലപാതകം. നേതാവ് വെടിയേറ്റ് മരിച്ചു. ബീഹാറിൽ ആർജെഡി നേതാവ് വെടിയേറ്റ് മരിച്ചു. മുനിസിപ്പൽ കൌൺസിലറായ പങ്കജ് റായാണ് കൊല്ലപ്പെട്ടത്. വീടിന് സമീപത്തെ തുണിക്കടയിൽ നിൽക്കുമ്പോൾ മോട്ടോർ സൈക്കിളിലെത്തിയ 3 അംഗ സംഘം പങ്കജ് റായിക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. രക്ഷപ്പെടാനായി വീടിനുള്ളിലേക്ക് ഓടിക്കയറിയെങ്കിലും പിന്നാലെ എത്തിയ അക്രമികൾ അദ്ദേഹത്തെ വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നു. വെടിയൊച്ച കൊട്ട് ഓടിയെത്തിയ ബന്ധുക്കളും നാട്ടുകാരും പങ്കജ് റോയെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. തനിക്ക് വധഭീഷണിയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി 6 മാസം മുമ്പ് പങ്കജ് റായി പരാതി നൽകിയെങ്കിലും പോലീസ് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് അദ്ദേഹത്തിന്റെ കുടുംബം ആരോപിച്ചു. പ്രതികളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണെന്നും സിസിടിവികൾ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പോലീസ് സൂപ്രണ്ട് ഹർകിഷോർ റായ് പറഞ്ഞു. ഹേമ കമ്മീഷൻ റിപ്പോർട്ട്. കെ.ബി. ഗണേഷ് കുമാറിനെതിരെ ഗുരുതര ആരോപണവുമായി നടൻ ഷമ്മി തിലകൻ. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വലിയ ചർച്ചകൾക്ക് വഴി തുറന്നതിന് പിന്നാലെ മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെതിരെ ഗുരുതര ആരോപണവുമായി നടൻ ഷമ്മി തിലകൻ രംഗത്ത്. തന്റെ അച്ഛൻ തിലകനെ വിലക്കിയവരിൽ ഗണേഷ് കുമാറും ഉൾപ്പെടുമെന്ന് ഷമ്മി തിലകൻ പറഞ്ഞു. പ്രമുഖ നടനെ ഇൻഡസ്ട്രിയിലെ 15 പേർ ചേർന്ന് ഒതുക്കിയെന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത്. തുടർന്ന് അദ്ദേഹത്തിന് സീരിയലിൽ അഭിനയിക്കേണ്ടി വന്നു. എന്നാൽ ഇൻഡസ്ട്രിയിലെ മാഫിയ സംഘത്തിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ അദ്ദേഹത്തിനായില്ല. ആ സമയത്തെ ടെലിവിഷൻ താരങ്ങളുടെ സംഘടനയായ ആത്മയുടെ പ്രസിഡന്റ് ഒരു സിനിമാ താരമായിരുന്നു എന്നാണ് റിപ്പോർട്ടിലുള്ളത്. വിലക്ക് നേരിടേണ്ടി വന്ന ആ നടൻ തന്റെ അച്ഛനാണെന്ന് ഷമ്മി പറഞ്ഞു. റിപ്പോർട്ടിൽ പറയുന്ന ആത്മയുടെ പ്രസിഡന്റ് കെ.ബി. ഗണേഷ് കുമാറാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആത്മ രൂപീകരിക്കപ്പെട്ടതു മുതൽ ഗണേശാണ് പ്രസിഡന്റെന്നും അദ്ദേഹം പറഞ്ഞു. റിപ്പോർട്ടിൽ പറഞ്ഞത് ശരിയാണ്. മലയാള സിനിമയെ നിയന്ത്രിക്കുന്ന 15 പേർക്കൊപ്പം ചേർന്ന് തിലകനെ സീരിയലിൽ നിന്നുപോലും ഒഴിവാക്കാൻ ഗണേഷ് കുമാർ പ്രവർത്തിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു.